തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്നു മുടക്കും ഞാൻ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി എന്ത് ഭാവിച്ചോണ്ടാ? ഇതിനു മുമ്പ് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്ധ്യാസമയത്ത് കടയിൽ വന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന്. പിന്നെ എൻ്റെ ഭാര്യ ജാനകിന് ഇത്തരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനും ബുദ്ധിമുട്ടുണ്ട്. ശോഭയെ നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ചയക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അളിയനായിട്ട് അത് മുടക്കരുത്. അളിയനെ പോലെ അന്തസ്സില്ലാത്ത രീതിയിലല്ല ഞാൻ കുടുംബം പോറ്റുന്നത്, അറിയാവോ? നാരായണ, എന്താ കടയിൽ പോ. സൗകര്യമില്ലെങ്കിലോ? എന്താ സുഖു? ഞാൻ തങ്കപ്പഞ്ചേട്ടനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? ഇത് നോക്കി, എന്തൊരു അന്യായമാണിത്. എൻ്റെ വീട്ടിലെ മീറ്റർ കേടായിട്ട് 1 മാസമായി. 3 തവണ ഞാൻ ഈ വിവരം ഇവിടെ വന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇപ്പോൾ അഡീഷണൽ ബില്ല്. നീ ഓഫീസിൽ വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു. അതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാന്ന്. ആദ്യം കാശ് അടയ്ക്കാൻ, പിന്നെ അന്വേഷണം നടത്തി സത്യം ബോധ്യപ്പെട്ടാൽ അടുത്ത ബില്ലിൽ കുറച്ച് തരാമെന്ന്. കാശ് അടച്ചില്ലെങ്കിൽ നാളെ ഫീസ് വരുന്നു പറഞ്ഞു. അത് കാണാ. ഫീസ് വരാൻ വരേണ്ടത് ഞാനാ. വേറെ അവന്മാരെന്ത് പറഞ്ഞു? എന്ത് പറയാൻ, ഞാനൊന്ന് വിറപ്പിച്ചു. മണ്ണെണ്ണയ്ക്കും മെഴുകുതിരിക്കും ഈ നാട്ടിൽ ക്ഷാമമില്ല, കറണ്ട് കട്ട് ചെയ്തോന്ന് പറഞ്ഞു. അത് നന്നായി. ആവേശം കൊണ്ട് മണ്ണെണ്ണയുണ്ട് മെഴുകുതിരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ കറണ്ട് പോയാൽ പിള്ളേരുടെ പഠിത്തം കുഴയും. ബില്ല് കുറച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ചേട്ടൻ വിചാരിച്ചാൽ. നിന്റെ മീറ്റർ കേടായ വിവരം ഞാൻ അറിഞ്ഞു. പോയി നോക്കാൻ ഓഫീസിൽ നിന്ന് പറയുകയും ചെയ്തു. അത് ഞാനങ്ങ് മറന്നുപോയി. നീ ആ ബില്ലിങ് ഇതാ, ഞാൻ എഞ്ചിനീയർ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. നീ സൈക്കിൾ നോക്കിക്കോ. ചേട്ടാ പോരെ, നേരം കുറയായി. എനിക്കൊരു ലാർജ് കൂടി വേണം, എന്നിട്ട് നിർത്താം. ഒരു ലാർജ് കൂടെ ബില്ലും കൊണ്ടുവന്നേക്ക്. എന്റെ ഈശ്വര, കറണ്ട് ബില്ല് 60 രൂപ കുറച്ച് കിട്ടി. ഇപ്പൊ ഇവിടെ ബില്ല് 260 രൂപയായി. ഇവിടെ കുറപ്പിച്ചു തരാനൊന്നും എനിക്ക് പറ്റൂല. നീ ആ ബില്ലങ്ങ് കൊടുത്തേക്ക്.